കരിപ്പൂരിൽ ഇന്ന് വൈകിട്ട് ആരംഭിക്കുന്ന മുജാഹിദ് മർക്കസു ദഅവ 10ാം സംസ്ഥാന സമ്മേളനത്തിലെ ഉദ്ഘാടകരെ വിവാദങ്ങളെ തുടർന്ന് മാറ്റി. ആഗോള പണ്ഡിത സഭാംഗം അഷേഖ് സൽമാൻ അൽ ഹുസൈനി അൻ-നദ്വി ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു ഭാരവാഹികൾ ആദ്യം നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. ഇതിനു പിന്നാലെ ഇദ്ദേഹത്തെക്കുറിച്ച് വിവിധ തലങ്ങളിൽ നിന്ന് വിമർശനം ഉയർന്നതോടെയാണ് ഉദ്ഘാടകനെ മാറ്റിയതെന്നാണ് സൂചന. സംഘാടക സമിതി ഇന്നലെ മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്താക്കുറിപ്പിലും പുറത്തുവിട്ട കാര്യപരിപാടിയിലും ഉദ്ഘാടകന്റെ പേര് വ്യക്തമാക്കിയിട്ടില്ല. സമ്മേളന ബ്രൗഷറിൽ ഉദ്ഘാടകന്റെ പേരിന്റെ സ്ഥാനത്ത് വിശിഷ്ടാതിഥി എന്ന് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. സമ്മേളനം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ വാർത്താക്കുറിപ്പിലാകട്ടെ ഉദ്ഘാടകന്റെ പേരേയില്ല എന്നതും ശ്രദ്ധേയമാണ്. സംഘാടക സമിതി ഇന്നലെ മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്താക്കുറിപ്പിലും പുറത്തുവിട്ട കാര്യപരിപാടിയിലും ഉദ്ഘാടകന്റെ പേര് വ്യക്തമാക്കിയിട്ടില്ല. സമ്മേളന ബ്രൗഷറിൽ ഉദ്ഘാടകന്റെ പേരിന്റെ സ്ഥാനത്ത് വിശിഷ്ടാതിഥി എന്ന് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. സമ്മേളനം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ വാർത്താക്കുറിപ്പിലാകട്ടെ ഉദ്ഘാടകന്റെ പേരേയില്ല എന്നതും ശ്രദ്ധേയമാണ്. സമ്മേളന വാർത്ത പുറത്തു വന്നത് മുതൽ സൽമാൻ നദ്വിക്കെതിരെ വ്യാപകമായ ആക്ഷേപങ്ങളാണ് സാമൂഹ്യമാധ്യമങ്ങളിലൂടെ ഉയർന്നു വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ലക്നോ സ്വദേശിയായ സൽമാൻ നദ്വി ഇസ്ലാമിക് സ്റ്റേറ്റ് തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ ആശയങ്ങളുടെ പ്രചാരകനാണെന്നുമായിരുന്നു വിമർശനം. ഇക്കാര്യം വ്യക്തമാക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ഉറുദുവിൽ എഴുതിയ പുസ്തകങ്ങളും വിമർശകർ പുറത്തുവിട്ടിരുന്നു. പ്രമുഖ മാധ്യമ പ്രവർത്തകനും കോളമിസ്റ്റുമായ അബ്ദുള്ളയാണ് ഇക്കാര്യം ആദ്യമായി ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ദുരൂഹ സംഘടനയായ IS-നെ പിന്തുണയ്ക്കുന്ന ഒരാൾ മുജാഹിദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വലിയ വിവാദങ്ങൾക്ക് കാരണമാവുമെന്നായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. പ്രത്യേകിച്ച് സോളിഡാരിറ്റി ഈയിടെ നടത്തിയ പരിപാടിയിൽ ഹമാസ് നേതാവ് ഓൺലൈനായി പ്രസംഗിച്ചതിനെ സംഘപരിവാർ വലിയ വിവാദമാക്കിയ പശ്ചാത്തലം കൂടി ചൂണ്ടിക്കാട്ടുകയായിരുന്നു വിമർശനം. ഇതിനു പുറമെ സൽമാൻ നദ്വി മുജാഹിദ് വിഭാഗം അംഗീകരിക്കുന്ന അഹ്ലെ ഹദീസിന്റെ ആളല്ലെന്നും തബ്ലീഗ് പ്രസ്ഥാനത്തിന്റെ സഹകാരിയാണെന്നും വിമർശനമുയർന്നു. മാത്രമല്ല, ബാബരി മസ്ജിദ് വിഷയത്തിൽ ശ്രീ രവിശങ്കറുമായി ചർച്ചയ്ക്ക് പോയതിന്റെ പേരിൽ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു. പള്ളി മാറ്റുന്നത് ഇസ്ലാമിൽ അനുവദനീയമാണെന്ന അദ്ദേഹത്തിന്റെ അക്കാലത്തെ വാക്കുകൾ വലിയ വിവാദമാവുകയും ബാബരി മസ്ജിദ് ആക്ഷൻ കൗൺസിലിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. സംഘപരിവാർ ബന്ധമുള്ള പണ്ഡിതരുമായി ഇദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത്തരത്തിൽ വിമർശനങ്ങൾ ശക്തമായതോടെയാണ് മുജാഹിദ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിയതെന്നാണ് സൂചന. കൂടുതൽ തെളിവുകൾ അന്വേഷിച്ച് സംഘാടകരിൽ ചിലർ അബ്ദുള്ളയെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഉദ്ഘാടകനായ സൽമാൻ നദ്വി ബംഗളൂരുവിലെത്തിയ ശേഷമാണ് കരിപ്പൂരിലേക്കുള്ള യാത്ര റദ്ദാക്കിയതെന്നാണ് വിവരം. വരേണ്ടതില്ലെന്ന് സംഘാടകർ അറിയിച്ചെന്ന് സൂചന. സൽമാൻ നദ്വിയെ കൊണ്ടുവന്ന് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തേണ്ടെന്നാണ് സംഘടനയുടെ ധാരണ ഉണ്ടായത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.